നിങ്ങൾ ലവ് മാരേജ് ആണോ? അല്ല, അന്ന് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. കല്യാണത്തിന് മുമ്പ് അറിയായിരുന്നു ഇത്രയും വിശാല മനസ്സുള്ള ഒരാളാണെന്ന്. അതെങ്ങനെ? അത് നമ്മളൊരു ടൂർ പോയി, ഒരു 5 ദിവസത്തെ യാത്ര, തീർത്ഥയാത്ര. അതെനിക്ക് പെണ്ണ് കിട്ടാത്തതുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് എന്ന് പറഞ്ഞേ പറഞ്ഞോ, ജൂലൈ കറക്റ്റ് പറ. ജൂൺ 30. ജൂലൈ 10. എടാ നമ്മുടെ ചൂരിലെടുത്ത് നോക്ക്. അക്കങ്ങള് ഓർമ്മ കുറച്ച് കുറവാണ്. ജ്വല്ലറി 25ാമത്തെ വർഷത്തിന്റെ ഇതിലേക്ക് കടന്നിരിക്കുകയാണ്. 25 വർഷമായി ജ്വല്ലറി. ചെറിയൊരു ഷോപ്പായിരുന്നു, ചെറിയൊരു സ്വർണ്ണക്കട. പുതിയ പുതിയ ഡിസൈൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഡിസൈൻസ് ഉണ്ടോ? നമ്മള് ഇപ്പം വെച്ച് കഴിഞ്ഞാല് ഈ സ്വർണ്ണ വില കൂടിയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് എന്തൊക്കെയുള്ള എല്ലാം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം വില കൂടിയല്ല, പിന്നെ ജനങ്ങൾക്കെല്ലാം ലൈറ്റ് വെയിറ്റിനോട് താല്പര്യം. അതുകൊണ്ട് ഞാൻ ഹെവി വെയിറ്റ് ഒക്കെ മാറ്റി ജ്വല്ലറിയിൽ മൊത്തം ലൈറ്റ് വെയിറ്റ് ആക്കി. ബുദ്ധിപരമായിട്ടുള്ള ഐഡിയാസ് ആരാണ് കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്? സിമ്പിളായിട്ട് നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബിസിനസ്സാണോ അല്ലെങ്കിൽ പ്രമോഷൻ, എനിക്കറിയില്ല ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന്. കാരണം ഒരു ഫുൾ പാക്കാണത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഫാമിലി ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജീസൺ ഫാമിലി, അതായത് നമ്മൾ കണ്ണൂരൊക്കെ ഉള്ളവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു 2 പേരാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജീസൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള 25 വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പുറകെ കൂടി ഇതാ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. നമസ്കാരം ബിജേട്ടാ, സുധീഷ് നമസ്കാരം. എന്തായാലും വെൽക്കം ടു അവർ ഷോ. ഗംഭീരമായിട്ടുണ്ട്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് നിങ്ങൾ സ്ഥാപനത്തിന് പ്രൊമോഷൻ കൊടുക്കണമെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ഒരേപോലെ രജിസ്റ്റർ ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെയും ബിസിനസ് ചെയ്യാമെന്ന് പഠിപ്പിച്ചെന്ന 2 ആൾക്കാർ എൻ്റെ മുമ്പിലിരിക്കുന്നത്. 2 അല്ല, ബാക്കി കുറച്ച് ആൾക്കാരും കൂടി അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയും അല്ലേ. എന്തായാലും വെൽക്കം. എത്ര വർഷമായി? ആദ്യം ഞാൻ ആ ജ്വല്ലറിയുടെ കാര്യം ചോദിക്കട്ടെ. ജ്വല്ലറി 25ാമത്തെ വർഷത്തിൻ്റെ ഇതിലേക്ക് കടന്നിരിക്കുകയാണ്. 25 വർഷമായി ജ്വല്ലറി. ചെറിയൊരു ഷോപ്പായിരുന്നു, ചെറിയൊരു സ്വർണ്ണക്കട. അതേ ഹോൾസെയിലും പരിപാടിയൊക്കെ ആയിരുന്നു, പണിത് കൊടുക്കുന്ന പരിപാടിയിലായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്കൊന്ന് ഒരു 5 വർഷമായിട്ടുള്ള നമ്മൾ ബിസിനസ് എന്നുള്ള റീറ്റെയിലേക്ക് അങ്ങനെ വന്നിട്ട്, അപ്പൊ 5 വർഷം കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് എത്തി. അതുപോലെ ജീസൺസ് ബ്യൂട്ടി വേൾഡ് ഇപ്പൊ അതും ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 1 അതൊരു പ്രീമിയം സെറ്റപ്പില് ഒരു സലൂൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടൊരു പരിപാടി ഇനി പിടിക്കുള്ളൂ അല്ലേ? ചെറിയ രീതിയിലൊന്നുമില്ല. ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. എനിക്ക് ഇതിനേക്കാട്ടി ഇഷ്ടം എനിക്ക് നിങ്ങളുടെ വ്ളോഗുകളാണ്. നിങ്ങളുടെ പ്രസന്റേഷൻ അടിപൊളിയാണ്. ഇതൊക്കെ ആരാ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ ആരാ? അങ്ങനെയൊന്നുമില്ല, അങ്ങ് തലയിൽ വരുന്നു, ഞങ്ങളങ്ങ് ചെയ്യുന്നു. അതിങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ കസ്റ്റമർ ഇല്ലാണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ സ്റ്റാഫോട് പറയും, എടാ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് മനസ്സിൽ വരും. അത് വെച്ച് അവരോട് അഭിനയിക്കാൻ പറയും, ഞാനും അഭിനയിക്കും. അങ്ങനെ കറക്റ്റ് മുതലാളി കറക്റ്റ് സ്റ്റാഫുകളുമാണ്. കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കും ഇങ്ങനത്തെ മുതലാളിമാരെ കിട്ടാൻ വേണ്ടി. പക്ഷേ എല്ലാവരും ഓക്കെയാണ് അല്ലേ? നമ്മളൊരു ടീമായിട്ട് തന്നെ മുമ്പോട്ട് പോണേ. മൊത്തം എത്ര പേരുണ്ട്? 10-15 പേരില്ലേ നമുക്ക് ഫീൽഡ് വർക്കെല്ലായിട്ട്? 10-15 പേരുണ്ടെങ്കിലും 5-6 ആൾ സ്ഥിരം ഇതിൽ തന്നെ ഉണ്ട് ക്യാമറയിലായിട്ട്. ഇപ്പം പിന്നെ കുറച്ച് കച്ചവടമൊക്കെ തിരക്കായതുകൊണ്ട് ആൾക്കാർ അങ്ങനെയില്ല, ഇപ്പം ആഭരണങ്ങൾ പരിചയപ്പെടുത്തല കൂടുതൽ. അതെ, അതാണ് ഓരോ ട്രെൻഡ് പിടിച്ചോണ്ടിരിക്കുക. കാരണം ഇപ്പൊ ഓരോ സ്ഥാപനത്തിന്റെ ഓണേഴ്സ് നേരിട്ടാണ് ഇപ്പൊ പ്രൊമോഷൻ തുടങ്ങിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കും തുടങ്ങിയേക്കാം. ഈ ആഭരണങ്ങൾ ഇപ്പൊ ഒരു സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ അവയർനെസ് വീഡിയോസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതുപോലെ സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി ആ ഒരു മാല ഒരു കുളത്തിൽ പോയി പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ ഇത് പല സ്ഥാപനങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ ഏതൊരു കസ്റ്റമറും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തോടെ അത് കുഴപ്പമില്ലെങ്കിൽ മാറ്റിക്കോ, ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴായിരിക്കും പലരുടെ ഉള്ളിൽ ആ റിയാക്ഷൻ കാണുമ്പോൾ ശരിയല്ലേ, കസ്റ്റമർ ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടും, അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടും എന്നുള്ള തോന്നലുകൾ വരും. അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൽ നിന്നാണോ നമ്മളിതെല്ലാം ചെയ്യുന്നത്? മുമ്പ് വരാറുണ്ടോ? ഇത് എൻ്റെ ഷോപ്പിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യല്. സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും എതിർപ്പുള്ള ആൾക്കാർ എൻ്റെ ഷോപ്പിലെ സെയിൽസ്മാൻമാരാണ്. അവരൊരു വൈകിട്ട് അങ്ങനെ ചില നഷ്ടമല്ല അങ്ങനെ ആരും ചെയ്തു കൊടുക്കില്ല. അവർ ഞാൻ പറയൂ
നഷ്ടമാണെന്ന് നീ നോക്കണ്ട, നഷ്ടം എനക്കല്ലേ, അത് സാരില്ല, നമുക്ക് കസ്റ്റമർ ആവരുത്, അപ്പം അങ്ങനെ ചെയ്താൽ മതി പറയും. ചില എൻ്റെ റീൽസിൽ ഒരു 1 million ആയ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അശോകട്ടൻ നമ്മളെവിടെയുള്ള ഒരു ഏറ്റുകാരനാണ്, ഒരു ഇതുപോലെ ചെയിൻ്റെ കണ്ണി പൊട്ടിയിട്ട് വന്നു. ഞാൻ പറഞ്ഞ ഇത് മാറ്റേണ്ടപ്പോ ശരിയായി 2 പവൻ്റെയാണ്. 2 പവൻ വെച്ചാൽ നല്ലൊരു കച്ചവടമാണ്, പക്ഷെ ഞാൻ പറഞ്ഞ മാറ്റേണ്ടതാണ്. അപ്പൊ സെയിൽസ്മാൻമാർ അവിടുന്ന് അപ്പുറം തന്നെ പറഞ്ഞാൽ വൈകിട്ട് അത് മാറ്റാൻ പെടലുണ്ടാവില്ല, അവരൊരു കച്ചവടം പ്രതീക്ഷിച്ച്, പക്ഷെ ഞാനത് മുടക്കുന്നുള്ള രീതിയിലാണ് പിന്നെ അവർ സംസാരിച്ചേ. സ്വന്തം സ്ഥാപനത്തിലെ കച്ചവടം മുടക്കാൻ എനിക്ക് ആരും സഹായം വേണ്ട, ഞാൻ തന്നെ. അല്ല, പക്ഷെ അശോകട്ടൻ അതൊരിക്കലും മറന്നിട്ടില്ല, അവർക്ക് ആ ചെയ്ത് കൊടുത്തത് ഇതുവരെ മറന്നിട്ടില്ല. പിന്നെ ഈ അശോകനെ വെച്ച് അന്നേരം തന്നെ നമ്മളൊരു വീഡിയോ ആക്കി. ഞാൻ അശോക അഭിനയിക്കുമെന്ന് ചോദിച്ചു. അയ്യോ, ഒരു പഴയ ആളാണ്, അങ്ങനെ ഇതൊന്നും ഇല്ല, ഒരു ഏറ്റുകാരനാണ്, പഴയ ആൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു ബോധവൽക്കരണമാണ്, നിങ്ങൾ അങ്ങനെ ഓർക്കേണ്ടത് അഭിനയിപ്പിച്ചു. അപ്പൊ ഒരുപാട് ആൾ നല്ലത് പറയാം, എനിക്ക് ചില ആൾ പറഞ്ഞു ഇത് നിങ്ങളെ തന്നെ ആള് വെച്ചുകൊണ്ട് ചെയ്യിച്ചല്ലേ നല്ലത്. പക്ഷെ അത് 1 മില്യണോളം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. വളരെ ഇതിപ്പോ തുറന്നു പറയുമ്പോഴാണ് അറിയുന്നത് ഇത് എത്രത്തോളം ആളുകൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, സ്വന്തം മുതലാളി തന്നെ പുതിയത് മേടിക്കണ്ട, അപ്പുറത്തെ സ്റ്റാഫുകൾ ഇത് എന്ത് പ്രാന്തി കാണിക്കണേ. പക്ഷെ സ്റ്റാഫൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അപ്പൊ എനിക്ക് ലാഭം ഉണ്ടാക്കാന്നുള്ളത് അവരൊരു സംഗതിയാണ്. അങ്ങനെ അവര് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും. ശരിക്കും നമ്മളെ വഴക്ക് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് സ്റ്റാഫുകൾ, അത്രയും ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പറയൂ, ഉപദേശിക്കുമല്ലോ ചെയ്യും, ചേട്ടാ അത് നഷ്ടമല്ലേ, അത് അങ്ങനെ ചെയ്യില്ലല്ലോ, നമുക്കൊരു കച്ചവടം പോയല്ലോ എന്നെല്ലാം പറയും. ഞാൻ പറയും ആ കച്ചവടം പോയാലും നടാ, അതുപോലത്തെ 100 കച്ചവടം നമുക്ക് വരും. അതെ, നമ്മൾ മര്യാദക്ക് നമ്മൾ കറക്റ്റായിട്ടാ പോണെങ്കിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും, അത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ എടുക്കുന്നത് ജ്വല്ലറിക്കാരനെ വിളിക്കും, പിന്നെ മറ്റു കച്ചവടക്കാരും പറയുക നിങ്ങളെ ആ രീതി കണ്ടിട്ട് നമ്മളും ആ രീതിയിലേക്ക് വരുന്നുണ്ട് ചേട്ടാ, അതൊരു നല്ല രീതിയാണെന്നുള്ളത്, കാരണം കസ്റ്റമർ ആണല്ലോ തീർച്ചയായിട്ടും. അപ്പൊ ആ രീതിയിൽ മറ്റു അത്യാവശ്യം എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ നല്ലത് പറയുമെങ്കിലും ചില കച്ചവടക്കാർ ഇങ്ങനെ ചെയ്തൊന്ന് മോശമല്ലേ ബൈജു, നമ്മളെ കൂടി ബാധിക്കില്ലേ, ആ ബാധിക്കുന്ന എങ്ങനെയുള്ളവരാണെന്ന് സ്നേഹത്തോടെ ഒന്ന് ഉപദേശിക്കും. അങ്ങനെയുള്ളത് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കാതെ മാറ്റാൻ ഡിലീറ്റ് ആകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അതെ, ഒരു കാര്യം ബൈജുട്ടൻ നിങ്ങളെ രക്ഷിച്ചു, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ആരൊക്കെയാണെന്ന്. അത് 2 ചിന്താഗതിക്കാർ സ്വാഭാവികമാണ്, തീർച്ചയായിട്ടും. പക്ഷെ ആരും ശത്രുക്കളല്ല, എല്ലാവരും സ്നേഹത്തോടെ ഉള്ളൂ. ഒരു നിങ്ങൾ ലവ് മാരേജ് ആണോ? അല്ല, അന്ന് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്, കല്യാണത്തിന് മുമ്പ് അറിയായിരുന്നു ഇത്രയും വിശാല മനസ്സുള്ള ഒരാളാണെന്ന്? സംസാരിച്ചു തുടങ്ങിയപ്പോ അച്ഛനും മൂത്തപ്പനെ അറിയാം. അതിങ്ങനെ അത് നമ്മളൊരു ടൂർ പോയി, ഒരു 5 ദിവസത്തെ യാത്ര, തീർത്ഥയാത്രയാണ്. അതെനിക്ക് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് എന്റെ ചങ്ങാതിമാരല്ലോ, അല്ല അത് ഒരു കഥയാണ്. എന്റെ ചങ്ങായിമാരൊക്കെ പെണ്ണ് കിട്ടവരാ, പ്രായമുള്ളവരാ, ഞാൻ കുറച്ച് ചെറുതാ. അപ്പൊ ഏതൊരു ഓണ വിഷുനാന്നല്ലേ സതി, അങ്ങനെ ഇവരൊക്കെ പിന്നെ ടൂറ് ഫാമിലി ടൂർ എന്ന് പറഞ്ഞിട്ട് പോയി. എൻ്റെ ഒരു ബാച്ചിലേഴ്സിനെ കൂടുതൽ എൻ്റെ അന്നേടെ നിർത്തി. ഞാൻ ആ വാശിക്ക് ഒറ്റക്കടിക്കും പോകേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പാർത്താട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്. അപ്പോൾ ഓരോ ഒരു തീർത്ഥയാത്ര പോകുന്നുണ്ട്. ഞാൻ വെച്ച് തീർത്ഥയാത്ര അവരൊക്കെ പോയില്ലേ? ഞാൻ പാർത്താട്ടം വിളിച്ചാണ്, പാർത്താട്ട ബസ്സിന്റെ നടുക്കൊരു സീറ്റ് എടുക്കണം, ഈ നടുക്കിരിക്കുമ്പോൾ കുലുക്കം കുറച്ച് പറയാം, ജനലിന്റെ സൈഡ് കൂടി വേണമെന്ന് പറഞ്ഞു. ഓക്കെ ബൈജു ശരി, നീ വന്നിട്ടാണോ ചോദിച്ചു. അവർ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്റെ ചങ്ങായിമാർ അവരൊക്കെ പോയി, ഫാമിലി പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ പറയുക ടെൻഷനോടെ ബസ് കയറിയിരുന്ന് യാത്ര തുടങ്ങിയില്ല. ആ കണ്ണൂർ എത്തിയപ്പോഴത്തേക്ക് കുറേ ആൾ കയറുക. ആ കൂട്ടത്തിൽ ഇവളെ അച്ഛൻ മൂത്തപ്പനൊക്കെ കയറുമ്പോൾ ബാക്കിലുള്ളൊരു കുഞ്ഞിക്കുട്ടി ഇവളായിരുന്നു. ഇവള് കൊണ്ട് കയറിപ്പോന്ന് എന്നിട്ട് നേരെ എൻ്റെ സൈഡിൽ അവിടെ വന്ന് ആടിയിരുന്നു. ഇപ്പുറം 3 സീറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ നടുക്ക് ഇവളും കയറിയിരുന്ന്, ഇവള് മൂത്തപ്പൻ എൻ്റെ പേര് ഇരുന്ന് ടെൻഷനിലാണല്ലോ ഉള്ളത്. മൈക്ക് എടുത്തപ്പോൾ പിന്നെ എന്നോട് പരിചയപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു, പെണ്ണ് കിട്ടാത്തോണ്ട് ചങ്ങായിമാർ കൂട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ യാത്രക്ക് വരുന്നത്. അത് കേട്ടപ്പോ ഇവര് പറഞ്ഞു, ഇവള് അമ്മയോട് പറഞ്ഞു അല്ലേ, പാവം പൈച്ചാട്ടൻ അമ്മ അടുത്തെങ്കിലും ഒരു പെണ്ണായി കൊടുക്കണമെന്ന്, പെണ്ണ് പറഞ്ഞു കൊടുക്കണമെന്ന് അന്ന് ഇവള് പറഞ്ഞേ. അടിപൊളി. അത് അവസാനം ഇവളായി പോയി.